ഇനിയിപ്പോൾ ഏതൊക്കെ മീനുണ്ടെന്ന് പറഞ്ഞാലും എൻ്റെ ഓൾ ടൈം ഫേവറേറ്റ് അത് ഈ നെയ്ച്ചാള തന്നെയാണ്. ഇനി ചാള കിട്ടുമ്പോൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണേ. അതിനായി ഒരു പാത്രത്തിലേക്ക് 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, കുറച്ച് വെള്ളവും ചേർത്ത് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്ത് നന്നായി കുഴച്ച് ഒരു പേസ്റ്റ് പരുവത്തിലേക്ക് ആയി കഴിഞ്ഞാൽ നമ്മൾ കഴുകി വൃത്തിയാക്കി വരിഞ്ഞു വെച്ചിരിക്കുന്ന ചാളയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായി തിരുമ്മി പിടിപ്പിച്ച് മാറ്റി വയ്ക്കാം. ആ സമയം കൊണ്ട് ഒരു ചട്ടിയിലേക്ക് 4 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് എണ്ണ ഒന്ന് ചൂടാകുമ്പോൾ തീ മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്ന മീൻ ഓരോന്നായി ഇട്ട് കൊടുത്ത് തിരിച്ചും മറിച്ചും ഇട്ട് ഒരുപാടൊന്നും മൊരിഞ്ഞു പോവാതെ ഈ ഒരു പരുവത്തിൽ നമുക്കതൊന്ന് കോരി മാറ്റാം. അങ്ങനെ ഞാനിവിടെ മീനെല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി മീൻ വറുത്ത അതേ ചട്ടിയിലേക്ക് കുറച്ചുകൂടി എണ്ണ ഒഴിച്ചു കൊടുത്ത് ഈ എണ്ണ ഒന്ന് ചൂടായി കഴിഞ്ഞാൽ ചെറുതായി അരിഞ്ഞ 4 അല്ലി വെളുത്തുള്ളി, പൊടിയായി അരിഞ്ഞ ചെറിയൊരു കഷ്ണം ഇഞ്ചി, എരിവിന് ആവശ്യത്തിന് പച്ചമുളക്, നെടുവേ കയറിയ 8-10 ചെറിയുള്ളി, കുറച്ച് കറിവേപ്പില. ഇനി ഇതെല്ലാം ചേർത്ത് നന്നായി വഴറ്റി മൂടി വെച്ച് ഒരു 5 മിനിറ്റ് വേവിക്കാം. ശേഷം മൂടി തുറന്ന് ആവശ്യത്തിന് ഉപ്പും ഒരു ചെറുനാരങ്ങയുടെ നീരും 1 കപ്പ് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലും കൂടെ ഒഴിച്ചു കൊടുത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ച് ഇനി ഒരു 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും കൂടെ ചേർത്ത് കൊടുത്ത് ഇനി ഇതെല്ലാം ചെറുതായി ഒന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ വറുത്ത് കോരി വെച്ചിരുന്ന ചാളക്കുട്ടന്മാരെയും കൂടെ ചേർത്ത് കൊടുത്ത് മുകളിലായി കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുത്ത് ഇനി കുറച്ച് നല്ല പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്ത് മൂടി വെച്ചൊരു 2 മിനിറ്റ് കൂടി ചെറു തീയിലൊന്ന് ചൂടാക്കി കഴിഞ്ഞാൽ മത്തി തേങ്ങാപ്പാലിൽ വറ്റിച്ചത് റെഡി. അടിപൊളി ടേസ്റ്റാണ്. മത്തി ലവേഴ്സ് എന്തായാലും ചെയ്ത് നോക്കണം. അപ്പോൾ ഇതേപോലുള്ള ഈസി ആൻഡ് ടേസ്റ്റി റെസിപ്പീസിന് ഈ പേജ് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. ഇത്തരം ഈസി ആൻഡ് ടേസ്റ്റി റെസിപ്പീസുമായി നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.